പിണ്ടിമനം പഞ്ചായത്തിലെ 10ാം വാർഡിലെ ജനങ്ങൾ വെള്ളക്കെട്ട് മൂലം വീടിന് വെളിയിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ദിനംപ്രതി ഈ വഴി ആശ്രയിക്കുന്നത്. ഏകദേശം 10ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം വീടിന് വെളിയിൽ ഇറങ്ങാൻ സാധിക്കാതെ കഴിയുന്നത്. സ്കൂൾ തുറന്നിട്ട് കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മഴ കൂടി കഴിഞ്ഞാൽ റോഡ് ഏതാണ്, കുളം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. രാവിലെ പിള്ളേര് സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര പാടാ. അതുപോലെ ഇതിക്കൂടെ വണ്ടിയും കൊണ്ട് പോണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയൊക്കെ കേടാവുന്നുണ്ട്. ആരും ഇപ്പം അങ്ങടേക്ക് വണ്ടി കൊണ്ട് വരാൻ തന്നെ തയ്യാറാകുന്നില്ല. ഇവിടെയുള്ള നാട്ടുകാരുടെ ഈ ദയനീയാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വയറിളക്കവും ഛർദിയൊക്കെയാണ്. പനി വന്നിട്ട് മാറുന്നില്ല. ഇതിലെ കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി ചെളിവെള്ളം വീണ് കുടിച്ചാണ് അവർക്ക് അസുഖം വന്നേക്കണത്. എന്തെങ്കിലും പോകുമ്പോഴേ ചെയ്യണം. ഇതിനിടെ വേറിട്ട പ്രതിഷേധവുമായി പൊതുപ്രവർത്തകൻ യഹിയ മണിയാട്ടുകൂടി വഞ്ചി സമരവുമായി രംഗത്തെത്തി. ഇവിടെയുള്ളവരും മനുഷ്യരാണ്, ഇവരുടെ പ്രശ്നം നാടിന്റെ പ്രശ്നമാണ്, എല്ലാവരും സഹകരിക്കുക, ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഇവിടുത്തുകാർ പറയുന്നത്. മുസ്ലിം ലീഗ് പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ തന്നെയാണെങ്കിൽ ഇത്രയും വെള്ളം കിടക്കണോണ്ട് ഇടയ്ക്കൊക്കെ അതിനകത്തേക്ക് കാല് തന്നെ വീഴാറുണ്ട്. പിന്നെ ബസ് കിട്ടാൻ തന്നെ ഓടി പോകുമ്പോഴത്തേക്കും വെള്ളത്തിലേക്ക് വീഴും. പിന്നെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണോണ്ട് തന്നെ വണ്ടിയും കൊണ്ട് ഞങ്ങൾ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് തന്നെ ഈ സൈഡിൽ ഇറങ്ങി നടക്കുമ്പോൾ വേഗം സ്ലിപ്പായി പോവാം. അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ ഭയങ്കര അപകടകരമാണ്. ആർക്കാണേലും ആ ഭാഗത്തോട്ട് പോകണമെങ്കിൽ ഈ വശം കഴിയാതെ അങ്ങോട്ടേക്ക് കടന്നു പോകാൻ പറ്റില്ലല്ലോ. ഭയങ്കര ദുരവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.